നമസ്കാരം. ഇറാന്റെ മണ്ണിൽ ഒമാന്റെ യുദ്ധക്കളി. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ കീറാമുട്ടിയാകും. സൂയസ് കനാൽ മോഡലിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ അവയിൽ നിന്ന് ഫീസ് വാങ്ങാമെന്ന ഇറാന്റെ മോഹം ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികളിൽ ഒന്നാണ് ഹോർമൂസ് പാതയിലെ ടോൾ പിരിവ് എന്ന് പറയപ്പെടുന്നത്. ഇറാനെ പോലെ ഹോർമൂസിൽ നിയന്ത്രണമുള്ള ഒമാന്റെ പിന്തുണ ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നാൽ ഒമാൻ മുഖം തിരിച്ചേക്കും. 1 ബാരൽ എണ്ണയ്ക്ക് $1 വീതം എന്ന കണക്കിൽ ടോൾ പിരിക്കുവാനാണ് ഇറാന്റെ നീക്കം. ലോകത്തെ കടൽ വഴിയുള്ള ചരക്ക് കടത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസിൽ പിരിവ് നടത്തിയാൽ വലിയ വരുമാനം ഇറാന് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ പുനർനിർമ്മിക്കാമെന്നാണ് ഇറാന്റെ ആലോചന എന്നുള്ളതാണ്. എന്നാൽ ഹോർമൂസിൽ ഫീസ് വാങ്ങുന്നതിനോട് യോജിക്കില്ല എന്നാണ് ഒമാൻ ഗതാഗത മന്ത്രി സെയ്ദ് അൽ മവാലി പറയുന്നത്. സൂയസ് കനാൽ പോലെയോ പനാമ കനാൽ പോലെയോ മനുഷ്യനിർമ്മിതമല്ല ഹോർമൂസ് പാത എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പകരം പ്രകൃതിയാലുള്ള നിർമ്മിതിയാണ് ഹോർമൂസ്. അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് മാവാലിയുടെ നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പുതിയ നീക്കം ലോകരാജ്യങ്ങളെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടുകയാണ്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ എണ്ണ ടാങ്കറിനും $20 ലക്ഷം, ഏകദേശം 16.5 കോടി രൂപ സുരക്ഷാ ടോൾ നൽകണമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കുവാൻ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാവോ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളോ അല്ലെങ്കിൽ അതുവഴിയോ മാത്രമായിരിക്കും പണം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇറാന്റെ കർശന നിലപാട് എന്ന് പറയുന്നത്. ലോകത്തെ ഞെട്ടിച്ചത് ഈ കൊള്ളയെ വിശേഷിപ്പിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ച കൂട്ടുസംരംഭം എന്ന വാക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ഈ നീക്കത്തെ എതിർക്കുന്നതിന് പകരം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുവാൻ അമേരിക്കയും ഇറാനും ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമായി ഇതിനെ കാണണമെന്ന ട്രംപിന്റെ പ്രസ്താവന സഖ്യകക്ഷികളെ സത്യത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു മനോഹരമായ കാര്യമാണ്. മേഖലയെ സുരക്ഷിതമാക്കാൻ നമുക്കിതിനെ ഒരു കൂട്ടുസംരംഭമായി കാണാമെന്നായിരുന്നു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ വിവാദപരമായിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത്. ട്രംപിന്റെ ഈ വിവാദ നിലപാട് സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭാവിയെ ബാധിക്കുന്ന ഇറാന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഈ നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് പരോക്ഷ പിന്തുണ നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഒരു വഞ്ചനയായിട്ടാണ് കാണുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിപണിയെ അല്ലെങ്കിൽ ആഗോള വിപണി എണ്ണ വില കുതിച്ചുയരാനും ഒപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമായി മാറുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട റേഡിയോ സന്ദേശം പ്രകാരം അനുവാദമില്ലാതെയും ടോൾ നൽകാതെയും കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ച് തകർക്കുമെന്നാണ്. ഓരോ ബാരൽ എണ്ണയ്ക്കും ഏകദേശം $1 എന്ന നിരക്കിലാണ് ടോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കുന്ന വലിയ ടാങ്കറുകൾക്ക് ഇതോടെ ഓരോ യാത്രയ്ക്കും $20 ലക്ഷം അധികമായി നൽകേണ്ടി വരും. ഡോളറിനെ ആഗോള വിപണിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഇറാന്റെ ചൈനയുടെയും നീക്കത്തിന് ട്രംപ് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള വിമർശനം അടക്കം പുറത്തു വരുന്നു. പ്രകൃതിദത്തമായ കടൽപാത ആയതിനാൽ ഒമാൻ ഒപ്പുവെച്ച അന്താരാഷ്ട്ര സമുദ്ര കരാറുകൾ പ്രകാരം ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ സാധിക്കില്ലെന്ന് മവാലി ഷൂറ കൗൺസിൽ പറയുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവിടെ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. മേഖലയിലെ ജനങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനുമൊക്കെ പ്രയോജനം ചെയ്യുന്ന പരിഹാരത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മവാലി. അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടങ്ങിയ ആദ്യ ദിനം തന്നെ ഹോർമൂസ് പാത അടയ്ക്കുകയാണ് ഇറാൻ ചെയ്തത്. ഇതോടെ GCC രാജ്യങ്ങളുടെയും ഒപ്പം പശ്ചിമേഷ്യയിലെ മറ്റെല്ലാ രാജ്യങ്ങളും പ്രതിസന്ധിയിലായി. ഇറാന്റെ ഈ നീക്കം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ അടക്കം വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ യുദ്ധത്തിന്റെ പ്രതിഫലനം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യുദ്ധം നിർത്താനുള്ള ഉപാധിയായിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടത് ഹോർമൂസ് പാത തുറക്കണമെന്നാണ്. എന്നാൽ ഇതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാം എന്നുള്ളത് ഇറാന്റെ നിലപാടാണ്. 1 ബാരലിന് $1 എന്ന കണക്ക്, ആ കണക്കിൽ ഫീസ് ഈടാക്കുമെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നു. ഇറാനും ഒമാനും അതിർത്തി പങ്കിടുന്നതാണ് ഈ ഹോർമൂസ് പാത എന്ന് പറയുന്നത്. 2 രാജ്യങ്ങൾക്കും ഒരുപോലെ അധികാരമുള്ള കടൽപാത. അതുകൊണ്ട് തന്നെ ഇറാന്റെ തീരുമാനത്തോടെ ഒമാൻ വിയോജിച്ചാൽ മറ്റൊരു വിവാദം ഉടലെടുക്കും. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ പുനർനിർമ്മിക്കുവാൻ ഹോർമൂസ് പാതയിൽ നിന്ന് ലഭിക്കുന്ന ഫീസ് ഉപയോഗിക്കാമെന്നാണ് ഇറാന്റെ ആലോചന. ഇക്കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. അങ്ങനെ ഇറാന്റെ മണ്ണിൽ ഒരു യുദ്ധക്കളി, ഒമാന്റെ യുദ്ധക്കളി എന്ന് പറയപ്പെടുന്നത്
ഏത് വിധേനയും ഇറാന്റെ സ്വപ്നങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. ഇറാന്റെ സ്വപ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇതുവഴി കടന്നു പോകുന്നവരിൽ നിന്ന് ചുങ്കം പിരിക്കാമെന്നുള്ളതായിരുന്നു. ആ ചുങ്കപ്പിരിവിനെ നിർത്തുവാനാണ് ഒമാൻ വളരെ തന്ത്രപരമായിട്ടുള്ള കളി അവിടെ ഇറക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് കീറാമുട്ടിയായി മാറിയ ഇറാനെ തളയ്ക്കാൻ പോകുന്ന ഒരു വളരെ വലിയ തീരുമാനം തന്നെയാണ് ഒമാൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആ ഒമാന്റെ തീരുമാനം എന്ന് പറയപ്പെടുന്നത് ഇതുവഴി കടന്നു പോകുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പണമില്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒമാൻ എത്താൻ പോകുന്നു. മാത്രമല്ല ഒമാൻ ഈ ഫീസ് വാങ്ങാമെന്ന ഇറാന്റെ മോഹം നടപ്പാക്കാൻ കൂട്ടുനിൽക്കില്ല എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു. കാരണം ഇത് ഇറാനെ പോലെ തന്നെ ഹോർമൂസിൽ നിയന്ത്രണമുള്ള ഒമാന്റെ പിന്തുണ അനിവാര്യമായ സാഹചര്യമാണ്. പക്ഷേ ആ പിന്തുണ ഒമാൻ നൽകാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാനും ഈ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരും. ഒമാന്റെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.